എടേ എടേ ഇറക്ക. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആനക്കൊട്ടിലാണ്, കോന്നി ആനക്കൊട്ടിൽ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ വരണമെന്നുള്ളത്. വരുന്ന സമയത്ത് തന്നെ, വരുന്ന കവാടത്തിൽ തന്നെ നമ്മൾ സന്ദർശകരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ് കുറേ നിഘണ്ടുണ്ട്. സന്ദർശകർ ആനയുടെ അടുത്ത് പോകാൻ പാടില്ല, തൊടാൻ പാടില്ല, അടുത്ത് നിന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങളിടരുത്, അങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. എല്ലാം കണ്ട് ഞങ്ങൾ ആദ്യം ചെന്നിടത് ഏറ്റവും ചെറിയ ആനക്കുട്ടിയുടെ അടുത്തായിട്ടാണ്. അവൻ്റെ പേര് കൊച്ചയ്യപ്പൻ എന്നാണ്. സുന്ദരൻ കുട്ടപ്പനെ കാണാൻ തന്നെ എന്തോ ഒരു ചേലാന്നറിയാം. നമ്മുടെ പട്ടാഭിഷേകം സിനിമയ്ക്കകത്ത് ജയറാമേട്ടൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു ആനക്കുട്ടിയില്ലേ, അതിൻ്റെ കറക്റ്റ് ലുക്കാണ് പുള്ളിക്കാരനെ കാണാൻ. അവൻ്റെ കുസൃതികളെല്ലാം കണ്ട് രണ്ടാമത് ചെന്നത് ഈവേ എന്ന് പറയുന്ന 22 വയസ്സുകാരിയുടെ അടുത്തേക്കാണ്. തുമ്പിക്കൈയും 2 മുറം പോലുള്ള ചെവികളും ഇട്ട് ആട്ടുന്ന കാണാൻ തന്നെ എന്താ ഒരു ചേല് അല്ലേ. നോക്കി നിന്ന് തോന്നും നമ്മൾ എത്ര നേരമായാലും അത് തന്നെ. അടുത്ത നമ്മൾ കാണാൻ പോയ ആൾ പ്രിയദർശിനിയാണ്. വയസ്സ് 40. ആളിത്തിരി പ്രായമുള്ളത് കൊണ്ടാകാം നിൽപ്പിലും ഭാവത്തിലും ഒക്കെ നല്ല ഗൗരവമൊക്കെ ഉണ്ടെന്ന് തോന്നി. അടുത്ത ആളിച്ചിരി ദൂരെ നിൽക്കുന്നത് കൊണ്ട് ആളുടെ അടുത്തോട്ട് പോകാനും പറ്റിയില്ല. വനപാലകർ നമ്മളെ അവിടേക്ക് വിട്ടതുമില്ല. കാര്യം തിരക്കിയപ്പം അവരൊക്കെ മതപ്പാടി നിൽക്കുക, അതുകൊണ്ട് അടുത്തേക്ക് പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 33കാരി മീന തുമ്പിക്കൈയാൽ വെള്ളമെടുത്ത് കുടിക്കുന്നതും തീറ്റ തിന്നുന്നതും ഒക്കെ കാണാൻ കൗതുകത്തോടെ നിൽക്കുന്ന ആൾക്കാരെ നമുക്കിതിൽ കാണാം. എന്ത് ഭംഗിയോടെ അത് ചെയ്യുന്നതെന്നറിയാവോ. അത് കണ്ട് നമ്മൾ നിന്നു പോകും. കൗതുകത്തോടെ മാത്രം നോക്കി കാണാവുന്ന ഒരു ആന മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഇനിയും കയറാനായി പോകുന്നത്. പല പല വർണ്ണങ്ങളാലും രൂപങ്ങളാലും വസ്തുക്കളാലും തടികളാലും ഒക്കെ നിർമ്മിക്കപ്പെട്ട ആനയുടെ രൂപങ്ങളാണ് ഈ മ്യൂസിയത്തിൽ മുഴുവനായും കാണാൻ സാധിക്കുന്നത്. കണ്ടു നിൽക്കുമ്പോൾ ഏറെ കൗതുകം തോന്നുന്ന ഈ കാഴ്ചകളെല്ലാം ജീവിതത്തിൽ നമ്മൾ കണ്ടില്ല എങ്കിൽ അത് നഷ്ടകരമായി പോയേക്കാം. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികളെയും നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര മനോഹരമായിട്ടാണ് ഓരോ സൃഷ്ടിയും ഓരോ കലാവാസനയും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മ്യൂസിയത്തിൻ്റെ ഒരു വശത്തായി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആനപ്രേമികളായ എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങളുടെ ആദ്യ താളുകൾ. ആനകളെക്കുറിച്ച് കഥ മെനഞ്ഞവരിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. പ്രായമുള്ളവരും പ്രായമില്ലാത്ത കുട്ടികൾ വരെ കഥ മെനഞ്ഞിരിക്കുന്നു. കഥാപുസ്തകങ്ങൾ മാത്രമല്ലാതെ ആനയെക്കുറിച്ച് പല ഭാഷകളിലായി വന്നിരിക്കുന്ന സിനിമയുടെ പോസ്റ്റർ ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പകത്തടിയിൽ തീർത്ത ഏകദേശം 6 ആനകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ ഒരു ആനക്കൂടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 1942 ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. കുട്ടികളെ അവിടേക്ക് ആകർഷിക്കും വിധം നല്ലൊരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. കോന്നിയിലെ ആനപിടുത്തത്തിൻ്റെയും ഗജപരിപാലനത്തിൻ്റെയും ചരിത്രം പറയുന്ന ഒരു ഫ്ലെക്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മുൻപൊക്കെ എന്ന് പറയുന്നത് കാടുകളിൽ വാരിക്കുഴി തീർത്ത് അവിടെ നിന്നും പിടികൂടുന്ന ആനകളെ കൊണ്ടുവന്നതിന് ശേഷം താപ്പാനകളെ ഉപയോഗിച്ച് ചട്ടം പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. 1977 മുതൽ കാട്ടിൽ നിന്നും കൂട്ടം തെറ്റിയോ വഴി തെറ്റിയോ ഒക്കെ വരുന്ന ആനകളെ പരിചരിച്ച് അവയ്ക്ക് പരിശീലനം നൽകിയാണ് ഇവിടെ പോകുന്നത്. വനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എപ്പോഴും പ്യുവർ ആയിരിക്കും. അതിന് വനവിഭാഗത്തിൽ തന്നെ വനശ്രീ കോന്നി എന്ന പേരിൽ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. തേന്, ചെറുതേന്, കുന്തിരിക്കം, കസ്തൂരി മഞ്ഞൾ, പുൽത്തൈലം, യൂക്കാലി, ദന്തപാല ഓയിൽ, പെയിൻ ബാം, ലിബാം, അങ്ങനെ പറയത്തക്ക ഒത്തിരി സാധനങ്ങൾ, കുടംപുളി, കുരുമുളക്, ഏലക്കായ, ചന്ദനത്തൈലം, ചന്ദനത്തടി, ചന്ദന സോപ്പ്, പിന്നെ നമ്മളുടെ ആനയുടെ പലതരത്തിലുള്ള രൂപങ്ങൾ, ആന, കുതിര എന്നു വേണ്ട അകത്തേക്ക് കയറുന്ന കവാടത്തിനടുത്തായിട്ട് തന്നെ ആനയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു മ്യൂറൽ പെയിൻറ്റിങ് നമുക്ക് കാണാം.
ആനയെക്കുറിച്ച് പറയുന്ന ആർട്ട് ഗാലറി എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് വലിയൊരു ആനക്കുട്ടൻ നിൽക്കുന്നത് കാണാം. പിന്നെ അകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് വേറെയും കാഴ്ചകളുണ്ട്. ആനയുടെ സ്കെൽറ്റൻ, ആനയുടെ തുമ്പിക്കൈ, ആനയുടെ പല്ല്, പണ്ട് കാലത്തൊക്കെ അവയെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ, അവയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ദേഷ്യമാണ് ഉള്ളിൽ വരുന്നത്. ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണോ ഇവയെ ചട്ടം പഠിപ്പിക്കുന്നത്? ക്രൂരമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാറുണ്ട്.